പേരുള്ള IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ കെ ഗോപാലകൃഷ്ണൻ വ്യാജ പരാതി നൽകിയെന്നത് ചാർജ് മെമ്മോയിൽ നിന്ന് ഒഴിവാക്കി. ഫോൺ ഹാക്ക് ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി കെ ഗോപാലകൃഷ്ണൻ വ്യാജ പരാതി നൽകി എന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ചേർത്ത സംഭവം ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ പരാമർശിച്ചിട്ടില്ല. ചാർജ് മെമ്മോയുടെ പകർപ്പ് 24-ന് ലഭിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ. ഷഫീദ്. അർജിത്ത്, നമുക്കറിയാം, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്തേറെ വിവാദമായ ഒരു സംഭവമായിരുന്നു മതങ്ങളുടെ പേരിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പ് എന്നുള്ള സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. പിന്നീട് IAS തലപ്പത്തെ ചില പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ചാർജ് മെമ്മോ കെ ഗോപാലകൃഷ്ണൻ നൽകിയത്. അന്ന് കെ ഗോപാലകൃഷ്ണൻ പോലീസിന് നൽകിയ പരാതി, ആ പരാതിയിൽ പറഞ്ഞത് തൻ്റെ അറിവില്ലാതെ ഫോൺ ഹാക്ക് ചെയ്ത് മതങ്ങളുടെ പേരിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നുള്ളതായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ, ഫോറൻസിക് അന്വേഷണത്തിലും മെറ്റയോടും ഗൂഗിളിനോടും വിവരങ്ങൾ തേടിയപ്പോഴും ഫോൺ ഹാക്ക് ചെയ്തു എന്നുള്ള കാര്യം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അപ്പോൾ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഈ റിപ്പോർട്ടിലടക്കം അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്തു എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ ചാർജ് മെമ്മോയിൽ വ്യാജ പരാതി നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള കാര്യം ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഇതിലെ ഗൗരവമുള്ള കാര്യം. നിലവിൽ ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, മതങ്ങളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നടക്കമുള്ള സംഭവങ്ങൾ വസ്തുതാപരമായി നിലനിൽക്കുന്നതല്ല. അക്കാര്യത്തിന് തെളിവുകളില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. ചാർജ് മെമ്മോയിൽ പറയുന്ന കാര്യം ഇവയൊക്കെയാണ്. സംസ്ഥാനത്തെ IAS ഓഫീസർമാർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ കെ ഗോപാലകൃഷ്ണൻ ശ്രമിച്ചു, അനൈക്യത്തിന്റെ വിത്തുകൾ പാകി, ഓൾ ഇന്ത്യ സർവീസ് കേഡറുകൾ തമ്മിലുള്ള ഐക്യദാർഢ്യം തകർക്കാൻ ശ്രമിച്ചു എന്നീ കുറ്റങ്ങൾ ചാർജ് മെമ്മോയിൽ പറയുന്നുണ്ട്. അപ്പോഴും തെളിവുള്ള, കോടതിയിലടക്കം നിലനിൽക്കുന്ന, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ പരാതി നൽകി എന്നുള്ള ഗൗരവമുള്ള വിഷയം ചാർജ് മെമ്മോയിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ചാർജ് മെമ്മോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആ സമയത്ത് തന്നെ ചില സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് ചില IAS ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. പ്രത്യേകിച്ച് അദീല അബ്ദുള്ള IAS ഉൾപ്പെടെ ചില സ്ക്രീൻഷോട്ടുകൾ കൈമാറിയിരുന്നു. ആ വിഷയത്തെക്കുറിച്ചും ചാർജ് മെമ്മോയിൽ കാര്യമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. കെ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള ആക്ഷേപത്തിന് ശക്തി പകരുന്നതാണ് ഈ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്.